കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടിയിലായ കണ്ണൂർ കോർപ്പറേഷൻ എടക്കാട് സോണിലെ താൽക്കാലിക ജീവനക്കാരനായ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി മുഹമ്മദ് അസ്ലം കൈക്കൂലിപ്പണം കൈപ്പറ്റാൻ എത്തിയത് ഭാര്യയോടൊപ്പം. ഭാര്യയെ അകലെ മാറ്റി നിർത്തിയ ശേഷമാണ് കെട്ടിട പെർമിറ്റിനുള്ള അപേക്ഷ നൽകിയ കൂടാളി സ്വദേശിയായ കെട്ടിട ഉടമയോട് 20,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഇതിന്റെ ആദ്യ ഗഡുവായ 15,000 രൂപയുമായി കണ്ണൂർ താഴെ ചൊവ്വയിലേക്കാണ് പരാതിക്കാരനോട് ആദ്യമെത്താൻ നിർദ്ദേശിച്ചത്. പിന്നീടാണ് താൻ കണ്ണൂർ നഗരത്തിലെ പ്ലാസ ഭാഗത്ത് ഭാര്യയുമായി ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ടെന്നും കാൽടെക്സ് ഭാഗത്തെത്തി തന്നെ വിളിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. കാൽടെക്സ് ഭാഗത്തെത്തിയ മുഹമ്മദ് അസ്ലം ഭാര്യയെ പ്ലാസ ഭാഗത്ത് നിർത്തിയ ശേഷം പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് സ്വന്തം ബൈക്കിലെത്തി പണം കൈപ്പറ്റുന്നതിനിടയിലാണ് വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പിടിയിലായത്. പിടിയിലായതോടെ ഭാര്യയ്ക്ക് ഫോൺ ചെയ്യാൻ ഇയാൾ വിജിലൻസിന്റെ അനുമതി തേടി. പിന്നീട് ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിലേക്ക് പോകാൻ ഭാര്യയോട് ആവശ്യപ്പെടുകയായിരുന്നു. വീട്ടിലെത്തിയ ശേഷമാണ് ഭർത്താവ് കൈക്കൂലി കേസിൽ പിടിയിലായ കാര്യം ഭാര്യ അറിഞ്ഞത്. കൂടാളി സ്വദേശിയുടെയും പാർട്ട്ണറുടെയും കെട്ടിട പെർമിറ്റിനുള്ള അപേക്ഷ 10 മാസത്തിലധികമായി മുഹമ്മദ് അസ്ലം താമസിപ്പിക്കുകയായിരുന്നു. ഒടുവിലാണ് കൈക്കൂലി ആവശ്യപ്പെട്ട വിവരം പരാതിക്കാരൻ വിജിലൻസിനെ അറിയിച്ചത്. വിജിലൻസ് നിർദ്ദേശാനുസരണമാണ് പണം കൈമാറാൻ തയ്യാറായത്. കണ്ണൂർ കോർപ്പറേഷൻ എടക്കാട് സോണൽ ഓഫീസിലാണ് മുഹമ്മദ് അസ്ലം ജോലി ചെയ്യുന്നത്. നേരത്തെ ഇയാളെ വിജിലൻസ് താക്കീത് ചെയ്തിരുന്നു. മുഹമ്മദ് അസ്ലമിന്റെ താഴെ ചൊവ്വയിലെ വീട്ടിലും പരിശോധന നടത്തിയ വിജിലൻസ് സംഘം രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇൻസ്പെക്ടർമാരായ സുനിൽകുമാർ, PA ബിനുമോഹൻ, SI മാരായ രാധാകൃഷ്ണൻ, PP നിജേഷ്, R പ്രവീൺ, K രാജേഷ്, EV ജയശ്രീ, സീനിയർ CPO മാരായ സുകേഷ് കുമാർ, ഷിഞ്ചു, വിജിൻ, ഹൈറേഷ്, അജേഷ് എന്നിവരും വിജിലൻസ് സംഘത്തിലുണ്ടായിരുന്നു.